നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. 9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ് മലയാളം കേരള പാഠാവലി. അതിലെ യൂണിറ്റ് വിടില്ല ഞാനീ രശ്മികളെ, അതിലുൾപ്പെടുന്ന മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന പാഠമാണ്. മധുരക്കിഴങ്ങിൻ്റെ രുചി എന്താണ്? നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാം, മധുരമാണെന്ന്. കാരണം ആ പേരിൽ തന്നെ ഉണ്ടല്ലോ മധുരം. മധുരക്കിഴങ്ങ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അല്ലേ? നല്ല വയലറ്റ് നിറത്തിൽ കടും പിങ്ക് കളറിലാണ് മധുരക്കിഴങ്ങ്. അത് നന്നായിട്ട് വേവിച്ച് പാകപ്പെടുത്തി കഴിക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു സ്വാദ് പറയുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ വെള്ളം ഊറാൻ തുടങ്ങും അല്ലേ? അത്രമാത്രം സ്വാദുള്ള ആ മധുരക്കിഴങ്ങിനെ കുറിച്ച്, അതിന്റെ രുചിയെ കുറിച്ചാണ് കഥാകാരനായ സന്തോഷ് ഏച്ചിക്കാനം ഒരു കഥാരൂപത്തിൽ നമ്മളോട് പറയുന്നത്. സന്തോഷ് ഏച്ചിക്കാനം ഉത്തരാധുനിക കഥാകൃത്തുക്കളിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ധാരാളം കഥകൾ മലയാള സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. പല കഥകളും വളരെ പ്രസിദ്ധമായവ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കണ്ടറിഞ്ഞ, മനസ്സിലാക്കിയ ഒരു കാര്യം, അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. ഇത് അതിശയോക്തി കലർന്നതോ അല്ലെങ്കിൽ ഭാവനയിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്തതോ ആയ ഒരു കഥയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം തന്റെ അമ്മ വീട്ടിൽ കാസർഗോഡ് ജില്ലയിൽ ബേഡടുക്ക എന്ന സ്ഥലത്താണ് കുട്ടിക്കാലത്ത് ജീവിച്ചിരുന്നത്. അവിടെ അടുത്തുള്ള ഒരു വിദ്യാലയത്തിലാണ് പഠിച്ചിരുന്നത്. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്തേക്ക് താമസം മാറുകയുണ്ടായി. ഇവിടെ ബേഡടുക്കയിൽ താമസിക്കുമ്പോൾ നമ്മുടെ കഥാകാരന്റെ വീടിന് അടുത്തുള്ള ഒരു വീടാണ് നാരായണിയുടേത്. ആ നാരായണിയുടെ മക്കളാണ് സുജിത്തും സുനിതയും. 8 വയസ്സുകാരനായ സുജിത്തും 6 വയസ്സുകാരിയായ സുനിതയും. അവരുടെ കഥയാണ്, അവരുടെ ജീവിതമാണ്, അവരുടെ ദുഃഖമാണ്, അവരുടെ ആത്മവിശ്വാസമാണ്, അവരുടെ ജീവിത വിജയമാണ് ഈ കഥയിലൂടെ കഥാകാരൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ വായിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ആശയങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പാഠപുസ്തകത്തിലൊന്ന് നോക്കിയിരിക്കുമല്ലോ. മധുരക്കിഴങ്ങിന്റെ രുചി. കഥാകാരൻ പറയുന്നു, കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു ദിവസം കാസർഗോഡ് എൻ്റെ അമ്മ വീടായ ബേഡടുക്കയിലേക്ക് പോവുകയാണ്. ബസ് ഇറങ്ങി അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ, ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ കുറെ ആളുകൾ ഓടിപ്പോകുന്നത് കണ്ടു. ഒരു കയ്യാല കേറി പാറക്കെട്ടുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ ഇടവഴിയിലൂടെ കവുങ്ങിൻ തോപ്പിൽ ഇറങ്ങിയപ്പോഴേക്കും കുറെ ആളുകൾ ധൃതിയിൽ വേഗത്തിൽ ഓടുന്നത് കണ്ടു. അവർ എവിടേക്കാണ് ഓടിപ്പോകുന്നത്? ഒരു നാട്ടുകണ്ടത്തിലേക്കാണ്. നാട്ടുകണ്ടം എന്നാൽ വിവിധ വിളവുകൾ കൃഷി ചെയ്യുന്ന, നെൽകൃഷി മാത്രമല്ല വിളവുകളെല്ലാം കൃഷി ചെയ്യുന്ന വയൽ. അവിടേക്കാണ് ഓടിപ്പോകുന്നത്. അദ്ദേഹം ഇങ്ങനെ നോക്കി, ഈ ആളുകൾ എന്തിനായിരിക്കാം ഓടിപ്പോകുന്നത്? നോക്കിയപ്പോൾ ആ പച്ച പിടിച്ച വയലിലും കുറെ ആളുകൾ നിൽക്കുന്നത് കണ്ടു. അദ്ദേഹം ഉറപ്പിക്കുകയാണ്, തീർച്ചയായിട്ടും ആ വയലിൽ എന്തോ അത്യാപത്ത് സംഭവിച്ചിട്ടുണ്ട്, അപകടം സംഭവിച്ചിട്ടുണ്ട്. സാധാരണ എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴല്ലേ ആളുകൾ ഓടിപ്പോവുക? ഇപ്പൊ റോഡിലൂടെ ഏതെങ്കിലും വണ്ടി അപകടത്തിൽ പെടുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആളുകൾ ഓടിപ്പോകുന്നത്. അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും അത്യാപത്തുകൾ വരുമ്പോൾ അതെന്താണെന്ന് അറിയാനും മറ്റുമായിട്ട് ആളുകൾ ഓടിക്കൂടും. നമ്മുടെ കഥാകാരൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആ വയലിൽ എന്തോ അത്യാപത്ത് നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ ആരെങ്കിലും അവിടെ മരിച്ചു കിടപ്പുണ്ടാകും എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അവിടെ എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടിപ്പോകേണ്ട കാര്യമില്ലല്ലോ. വെപ്രാളം, പരിഭ്രമം. കണ്ടത്തിലെ ഈർപ്പം മാറാത്ത മൺകട്ടകൾക്കുമേൽ ഏതെങ്കിലും ഒരു പരിചയക്കാരൻ മരിച്ചു കിടക്കുന്നത് ഞാൻ സങ്കൽപ്പിച്ചു നോക്കി. അതെ, ആ വയലിലെ മൺതിട്ടകളിൽ തനിക്ക് അറിയാവുന്ന
ആ നാട്ടുകാരനായിരുന്നല്ലോ കുറെ കാലം. അറിയാവുന്ന ഒരു പരിചയക്കാരൻ ഒരു പക്ഷേ അവിടെ മരിച്ചു കിടപ്പുണ്ടാവും എന്ന് നമ്മുടെ കഥാകാരൻ വിചാരിക്കുകയാണ്. പക്ഷേ ഓടിപ്പോകുന്ന ആളുകളുടെ മുഖത്ത് ഒരു ദുരന്തം നടന്നതിന്റെ മ്ലാനതയൊന്നും കാണാനില്ല. ആളുകൾ ഓടിപ്പോകുന്നല്ലോ, അവരുടെ മുഖത്ത് അങ്ങനെ ഒരു ദുരന്തം, ഒരു ആപത്ത് നടക്കുമ്പോഴുള്ള ഭാവമൊന്നുമില്ല. മുഖത്ത് പരിഭ്രമമോ വേദനയോ ക്ഷീണമോ ഒന്നുമില്ല. അവരങ്ങനെ ഓടിപ്പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അത്യാപത്തൊന്നും ആയിരിക്കില്ല അവിടെ നടന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അദ്ദേഹവും ആലോചിച്ചില്ല. ഈ ആളുകൾ ഓടിക്കൂടുന്ന സ്ഥലത്തേക്ക് വച്ചു പിടിച്ചു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താണ് നോക്കാം അല്ലേ? കുറെ പേർ ഇരുന്ന് മധുരക്കിഴങ്ങ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ 2 കുട്ടികളുമുണ്ട്. അതാണ് അവിടെ കണ്ട കാഴ്ച. ആ കണ്ടത്തിൽ കുറെ ആളുകൾ മധുരക്കിഴങ്ങ് മാന്തി മാന്തി എടുക്കുന്നു. അതിനിടയിൽ 2 കുട്ടികളുമുണ്ട്. ഇത് കാണാനാണോ ആളുകൾ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നത്? അദ്ദേഹം അത്ഭുതപ്പെടുന്നു. ഇതാണോ ഇത്ര വലിയ കാര്യം? അദ്ദേഹം ചിന്തിച്ചത് അവിടെ ആരോ മരിച്ചു കിടക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള അത്യാപത്ത് സംഭവിച്ചു എന്നാണ്. പക്ഷെ ഇവിടെ ഒന്നുമില്ല. കുറെ ആളുകൾ മധുരക്കിഴങ്ങ് മാന്തി എടുക്കുന്നു. അതിനിടയിൽ 2 ചെറിയ കുട്ടികളും ഇരിപ്പുണ്ട്. ഇത് കാണാനാണോ ഈ ആളുകളെല്ലാം ഇങ്ങനെ ഓടി വരുന്നത്? നെൽകൃഷി കഴിഞ്ഞാൽ ആളുകൾ പച്ചക്കറികളും മധുരക്കിഴങ്ങും മുതിരയും ചെറുപയറുമൊക്കെ വയലിൽ കൃഷി ചെയ്യും. ഇതിലെന്താണിപ്പോ ഇത്ര അത്ഭുതം അല്ലേ? മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുക, വിളവെടുക്കുക, അതിൽ വല്ല അത്ഭുതവുമുണ്ടോ? എന്താണ് ഇത്ര അത്ഭുതം? അദ്ദേഹം ചിന്തിക്കുന്നു. അത്ഭുതമുണ്ട്. ആരാണ് പറയുന്നത്? അവിടെ നിന്നിരുന്ന ചെറിയോനേട്ടൻ പറഞ്ഞു. നമ്മുടെ കഥയിലേക്ക് ഒരു കഥാപാത്രം ഇതാ വരുന്നു. ആ കഥാപാത്രത്തിന്റെ പേരാണ് ചെറിയോനേട്ടൻ. ആരാണ് ചെറിയോനേട്ടൻ? ചെറിയോനേട്ടന്റെ പ്രസക്തി എന്താണ് നോക്കാം. ഞങ്ങളുടെ നാട്ടിലെ പ്രായം കൂടിയ കൃഷിക്കാരനും കന്നുകാലി ചികിത്സകനുമാണ് ചെറിയോനേട്ടൻ. ആ നാട്ടിലെ നല്ലൊരു കർഷകനാണ്, ഏറ്റവും പ്രായം കൂടിയ കർഷകനാണ്. മാത്രമല്ല കന്നുകാലികളുടെ ചികിത്സകൻ. കന്നുകാലികൾക്ക് രോഗങ്ങൾ വരുമ്പോൾ അവരെ ചികിത്സിക്കാനും അറിയാവുന്ന പ്രായം ചെന്ന ഒരു വ്യക്തി. അദ്ദേഹം പറഞ്ഞു, അത്ഭുതമുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ പാടത്ത് മധുരക്കിഴങ്ങ് എടുക്കുന്ന ആ കാഴ്ച, ആ കുട്ടികളെ കണ്ട കാഴ്ച, അതിലൊരു അത്ഭുതമുണ്ട്. കാര്യം പിടികിട്ടാതെ ഞാൻ ചെറിയോനേട്ടനെ നോക്കി. ചെറിയോനേട്ടൻ ഞങ്ങളുടെ ഗ്രാമത്തെ അത്ഭുതത്തിന്റെ പരകോടിയിൽ എത്തിച്ച, മരണത്തിനുമേൽ ജീവിതത്തിന്റെ വിളവെടുപ്പ് നടത്തിയ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കഥ എന്നോട് പറഞ്ഞു. അതാണ് പറയാൻ പോകുന്നത്. എന്താണ്? ഗ്രാമത്തിലുള്ള ജനങ്ങളെ അത്ഭുതത്തിന്റെ പരകോടിയില്, അങ്ങേയറ്റത്തെ അവസ്ഥ. പരകോടി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ, അത്ഭുതത്തിന്റെ പരകോടിയിൽ എത്തിച്ച ഒരു ജീവിതത്തിന്റെ വിളവെടുപ്പ് അവിടെ നടന്നു. ആ വിളവെടുപ്പ്, ആ കൃഷി ചെയ്തത് 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കഥയാണ് ഇവിടെ ചെറിയോനേട്ടൻ നമ്മുടെ കഥാകാരനോട് പറയുന്നത്. ആ കഥ നമുക്കൊന്ന് കേൾക്കാം. ആ കഥയ്ക്ക് മുമ്പ് കുറച്ച് ഫ്ലാഷ് ബാക്ക് ആ കഥയിൽ വരുന്നുണ്ട്. അതുകൂടി നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. 8 വയസ്സും 6 വയസ്സുമുള്ള സുജിത്തും സുനിതയും, അവരാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ. 8 വയസ്സുകാരനായ സുജിത്തും 6 വയസ്സുകാരിയായ സുനിതയുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ. അച്ഛനും അമ്മയുമില്ലാത്ത 2 അനാഥ കുട്ടികൾ. അവർക്ക് അച്ഛനുമില്ല, അമ്മയുമില്ല. അവർക്കൊരു അമ്മയുണ്ടായിരുന്നു, പേര് നാരായണി. ആ കുട്ടികൾക്ക് മുൻപ് അമ്മയുണ്ടായിരുന്നു. അമ്മയുടെ പേരെന്താണ്? നാരായണി. നാരായണി ആദ്യം ഒരു വിവാഹം കഴിച്ച് അതിൽ 2 പെൺമക്കളുണ്ട്, രുക്മിണിയും രാഗിണിയും. നാരായണി അടുത്തുള്ള വീടുകളിലെല്ലാം പോയിട്ട് അടുക്കളപ്പണി ചെയ്യും. അവിടുത്തെ പാത്രങ്ങൾ കഴുകി മറ്റു പണികളെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ ചെറിയ കൂലി കൊടുക്കും. കൂടാതെ അവിടെ വരുന്ന ബാക്കി ഭക്ഷണവും കൊടുക്കും, ആഹാരവും കൊടുക്കും. പണിയെല്ലാം കഴിഞ്ഞിട്ട് തനിക്ക് കിട്ടിയ ആ ആഹാരവുമായിട്ട്
നാരായണി തൻ്റെ ചെറിയ കൂരയിലെത്തും. അവിടെ ആരെല്ലാം ഉണ്ട്? നാരായണിക്ക് അമ്മയുണ്ട്. അമ്മയുടെ അമ്മ, അമ്മയുടെ പേര് ചോയിച്ചി. അമ്മയുടെ അമ്മ 100 വയസ്സ് കഴിഞ്ഞു, കുഞ്ഞമ്മ. കൂടാതെ രാഗിണിക്ക് 2 മക്കൾ, രാഗിണിയും രുക്മിണിയും. മിടുക്കികളായ, കാണാൻ അത്യാവശ്യം സൗന്ദര്യമുള്ള 2 പെൺകുട്ടികൾ. നാരായണി കൊണ്ടുവരുന്ന ഈ ആഹാരമാണ് ആ വീട്ടിലെ അംഗങ്ങളുടെ വിശപ്പ് മാറ്റിയിരുന്നത്. അവരെങ്ങനെ ജീവിച്ചു വരവേ ഈ കുട്ടികൾ, നമ്മുടെ രുക്മിണിയും രാഗിണിയും നമ്മുടെ കഥാകാരനായ സന്തോഷ് ഏച്ചിക്കാനത്തോടൊപ്പം സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവർ ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഈ കുട്ടികൾ ചെറിയ ക്ലാസ്സിൽ 8ലൊക്കെ എത്തിയപ്പോഴേക്കും പഠനം ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യാനായിട്ട് പോകുന്നു. രാഗിണിയെയും രുക്മിണിയെയും 15 വയസ്സായപ്പോഴേക്കും അവരെ കാണാൻ അത്യാവശ്യം കൊള്ളാമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ വിവാഹാലോചനകൾ വരുന്നു. നമ്മുടെ നാരായണി ആ കുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് നമ്മുടെ കഥാകാരൻ അവരെ കാണുന്നില്ല, അവർ എവിടെയോ ജീവിക്കുകയാണ്. തുടർന്ന് വീട്ടിൽ അമ്മയും അമ്മൂമ്മയും നമ്മുടെ നാരായണിയും മാത്രമാകുന്നു. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി, നാട്ടുകാരുടെയും അമ്മയുടെയും അമ്മൂമ്മയുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ നാരായണി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുകയാണ്. നാരായണിയും സുന്ദരി തന്നെയാണ്. ദൂരെയുള്ള ഒരു ആശാരിയാണ് അവളെ വിവാഹം ചെയ്യുന്നത്. അയാൾ ഇതിനു മുൻപ് 3 വിവാഹം കഴിച്ചിട്ടുണ്ട്, 3 ഭാര്യമാരും. പക്ഷേ എന്തൊക്കെയോ രോഗങ്ങൾ വന്ന് മരണപ്പെട്ടു. 4ാമതാണ് നമ്മുടെ നാരായണിയെ വിവാഹം കഴിക്കുന്നത്. ആ ആശാരി നല്ലൊരു പണിക്കാരനായിരുന്നു, നല്ല സ്വഭാവമുള്ള ആളുമായിരുന്നു. പക്ഷേ നമ്മുടെ സുജിത്തും സുനിതയും ജനിച്ച് കുറെ കാലം കഴിഞ്ഞപ്പോഴേക്കും നാരായണിക്കും എന്തോ ഒരു രോഗം പിടിപെട്ട് അവരും മരണമടയുന്നു. എത്ര ദയനീയമായ കഥ. ഇവിടെ ഈ കുട്ടികളുടെ പിതാവ്, അയാൾ അതോടെ ആകെ ദുഃഖിതനാവുകയാണ്. താൻ ചെയ്ത പ്രവൃത്തി അയാളിൽ കുറ്റബോധമുണ്ടാക്കുന്നു. എന്താണ് കുറ്റബോധത്തിന് കാരണം? അയാൾക്ക് ഭാര്യമാർ വാഴുകയില്ല. അതുകൊണ്ടാണല്ലോ 3 വിവാഹം കഴിച്ചതും മരിച്ചു. 4ാമതും വിവാഹം കഴിച്ചാൽ ആ ഭാര്യയും മരിക്കും എന്നായിരിക്കാം അയാൾ കരുതിയത്. ഒരുപക്ഷെ മരിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം വിവാഹം കഴിച്ചത്. പക്ഷെ അയാളുടെ ഭാര്യ ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഒരുപക്ഷെ വിധിയുടെ പ്രതിഭാസമായിരിക്കാം. അല്ലെങ്കിൽ നാരായണിക്ക് അത്രയേ ആയുസ്സുണ്ടായി എന്ന് കരുതാം. നാരായണിയും മരണമടഞ്ഞു. ഫലം എന്താണ്? 2 കുട്ടികൾ അനാഥരായി. ആ കുറ്റബോധത്താൽ അവരുടെ പിതാവ്, ഈ ആശാരി, ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. തുടർന്ന് എന്തായിരിക്കാം കുഞ്ഞുങ്ങളുടെ അവസ്ഥ? നാരായണിയുടെ അമ്മ 75 വയസ്സുള്ള ചോയ്ച്ചി, അവർ ഈ കുഞ്ഞുങ്ങളെ അവരോടൊപ്പം കൂട്ടുന്നു. അതിനിടയിൽ അവരുടെ അമ്മൂമ്മ, കുഞ്ഞമ്മ, 100 വയസ്സ് കഴിഞ്ഞ കുഞ്ഞമ്മ മരണപ്പെട്ടിരുന്നു. ഇതാണ് നമ്മുടെ സുജിത്തിന്റെയും സുനിതയുടെയും കഥ, അവരുടെ ജീവിതം. അത്രയും ഭാഗം ഞാനൊന്ന് വായിക്കാം, ഒന്ന് ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അവർക്ക് ഒരു അമ്മയുണ്ടായിരുന്നു, പേര് നാരായണി. ഇവർക്ക് പുറമെ 2 പെൺമക്കൾ കൂടി നാരായണിക്കുണ്ട്, രുക്മിണിയും രാഗിണിയും. അവർ അമ്മയോട് തങ്ങൾ ആരുടെ മക്കളാണെന്ന് ചോദിച്ചിട്ടില്ല. അവർ അതൊട്ട് പറഞ്ഞിട്ടുമില്ല. രാഗിണിക്കും രുക്മിണിക്കും അവരെ സംരക്ഷിക്കുന്നതിന് പിതാവ് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ഒരുപക്ഷെ നാരായണിയെ ഉപേക്ഷിച്ച് അയാൾ എങ്ങോട്ടെങ്കിലും പോയിരിക്കണം. രുക്മിണിയെയും രാഗിണിയെയും വിവാഹം കഴിച്ച പുരുഷന്മാരും അത് ചോദിച്ചിട്ടില്ല. നാരായണി കാഴ്ചയിൽ അതിസുന്ദരിയായിരുന്നു. അവർ അടുത്ത വീടുകളിലെ എച്ചിൽ പാത്രങ്ങൾ വെണ്ണീറിട്ട് നിരന്തരം കഴുകുകയും പഴങ്കഞ്ഞി കുടിക്കുകയും ബാക്കി വന്ന ആഹാര സാധനങ്ങൾ കിണ്ണത്തിൽ പകർന്ന് വീട്ടിൽ കൊണ്ടുപോയി അമ്മ ചോയിച്ചിക്കും 100 കഴിഞ്ഞ അമ്മൂമ്മ കുഞ്ഞമ്മയ്ക്കും മക്കൾക്കും കൊടുക്കുക ചെയ്തു. വെണ്ണീറ്, ചാരം. അങ്ങനെ രാഗിണിയും രുക്മിണിയും ഞങ്ങൾ കുട്ടികളോടൊപ്പം കളിച്ചു. കഥാകാരൻ പറയുകയാണ്, അദ്ദേഹത്തിന്റെ കളിക്കൂട്ടുകാരാണ് രാഗിണിയും രുക്മിണിയും. കഥ പറഞ്ഞു, സ്കൂളിൽ പോയി, ഒന്നിച്ചിരുന്ന് പഠിച്ചു. 7ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും രാഗിണിയും അത് കഴിഞ്ഞ് രുക്മിണിയും പഠനം നിർത്തി. തുന്നലിനും ബീഡി പണിക്കുമൊക്കെ പോയി തുടങ്ങി.
രണ്ടുപേരെയും കാണാൻ ചന്തമുള്ളതുകൊണ്ട് ആലോചനയുമായി ആദ്യം വന്ന പയ്യന്മാർക്കു തന്നെ നാരായണി രണ്ടുപേരെയും കെട്ടിച്ചു കൊടുത്തു. അവരുടെ കല്യാണത്തിന് പണവും പച്ചക്കറികളും അരിയും പൈസയും ഒക്കെയായി കഴിയുന്ന വിധത്തിലൊക്കെ നാട്ടുകാർ സഹായിച്ചു. ഇതാണ് നമ്മുടെ സുജിത്തിന്റെയും സുനിതയുടെയും അമ്മ നാരായണിയുടെ കഥ. രണ്ടു മക്കളും പോയപ്പോഴാണ് നാരായണിക്ക് ഒരു ആലോചന വന്നത്. ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നാരായണി പിടിച്ചു നിൽക്കാൻ നോക്കി. ചോയ്ച്ചിയും കുഞ്ഞമ്മയും ചത്തുപോയാൽ നീ ഒറ്റയ്ക്കാവൂലേ? രണ്ടു പെൺമക്കളെയും മംഗലം കഴിച്ചു കൊടുത്തില്ലേ? മംഗലം വിവാഹം. ഇനി നിനക്കൊരു ജീവിതം വേണ്ടേ നാരായണി? ചിലർ പറയുന്നത് ശരിയാണെന്ന് നാരായണിക്കും തോന്നി. അങ്ങനെ ഒരു ദിവസം നാരായണിയെ കുറച്ചകലെ നിന്ന് വന്ന ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. ഒരു 60കാരനാണ്. പക്ഷേ നല്ല സ്വഭാവ ഗുണമുള്ള ഒരു മനുഷ്യനാണ്. പ്രഗത്ഭനായ ആശാരി. കാഴ്ചയിൽ പക്ഷേ വളരെ ദുർബലൻ. കാഴ്ചയിൽ വലിയ ആരോഗ്യമൊന്നുമില്ല. ഇതിനകം അയാളെ ജീവിതത്തിലുണ്ടായ 3 മരണങ്ങൾ വല്ലാതെ കളഞ്ഞിരുന്നു. അയാളുടെ ജീവിതത്തിൽ 3 മരണങ്ങൾ. ആരുടെയാണ്? മുൻപ് വിവാഹം കഴിച്ച 3 സ്ത്രീകളുടെ ഭാര്യമാരുടെ മരണങ്ങൾ. അത് തളർത്തി കളഞ്ഞിരുന്നു. തന്റെ സൗന്ദര്യവുമായി ചേർത്തു വെക്കാൻ പറ്റില്ലെങ്കിലും ആ മനുഷ്യന്റെ കൂടെ നാരായണി വിവാഹം കഴിച്ച് പോവുകയുണ്ടായി. അയാളിൽ നാരായണിക്ക് 2 മക്കളുണ്ടായി. ആ മക്കളാണ് നമ്മളിവിടെ പഠിക്കുന്ന, മനസ്സിലാക്കുന്ന സുജിത്തും സുനിതയും. ആ കുഞ്ഞുങ്ങളാണ് ഈ കഥയിലെ കഥാപാത്രങ്ങളായ സുജിത്തും സുനിതയും. സുജിത്തിന് 6 വയസ്സായപ്പോൾ നാരായണിക്ക് അജ്ഞാതമായ ഏതോ രോഗം പിടിപെട്ടു. 4ാമത്തെ മരണത്തിന് സാക്ഷിയാകേണ്ടി വരുമോ എന്ന ഭയവും കുറ്റബോധവും ആശാരിയെ പിടികൂടി. വൈകാതെ നാരായണി മരിച്ചു. രോഗം വന്ന് അമ്മ മരിച്ചു. അതോടെ ആ ആശാരി അയാൾ കുറ്റബോധത്താൽ, പാപഭാരത്താൽ അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. സുജിത്തും സുനിതയും അനാഥരായി, ആരുമില്ലാത്തവരായി. അവർ അമ്മൂമ്മയുടെ വീട്ടിലെത്തി. അതിനകം മുതുമുത്തശ്ശിയായ കുഞ്ഞമ്മ മരിച്ചുപോയിരുന്നു. പറക്കമുറ്റാത്ത പേരക്കുട്ടികളെ പോറ്റാൻ 75കാരിയായ ചോയ്ച്ചി അടുത്ത വീട്ടിലെ പാത്രങ്ങൾ കഴുകി. എത്ര കഷ്ടമാണ് അല്ലെ? 75 വയസ്സുണ്ട്, പക്ഷെ ഈ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? അതുകൊണ്ട് ആ മുത്തശ്ശി, നാരായണിയുടെ അമ്മ ചോയ്ച്ചി, വീട്ടുപണികൾ, അടുത്ത വീടുകളിൽ പോയി പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. പുളിച്ച കഞ്ഞിയും പഴകിയതും ഒരിക്കലും പാകമല്ലാത്തതുമായ ഉടുപ്പുകളുമായിട്ട് അവർ തിരിച്ച് കൂരയിലെത്തി. ആ മുത്തശ്ശി പണിക്ക് പോയിട്ട് വരുമ്പോൾ ആ വീട്ടിൽ നിന്ന് പുളിച്ചത്, അതായത് ചീത്തയായ ആഹാരം കൊണ്ടുവരും. കൂട്ടത്തിൽ ആ വീടുകളിലെ കുട്ടികളുടെ വസ്ത്രങ്ങളും കൊണ്ടുവരും. അത് മിക്കവാറും ഈ കുഞ്ഞുങ്ങൾക്ക് പാകമാവുകയില്ല, വലുതായിരിക്കും. പാകത്തിനനുസരിച്ച് സുജിത്ത് മിടിയും സുനിത ആൺകുട്ടികളുടെ ട്രൗസറും ഇട്ടു. അവർക്ക് ആൺ പെൺ ഭേദം തോന്നിയില്ല. കിട്ടിയത് സുജിത്ത് ആൺകുട്ടിയാണ്, പക്ഷെ അവൻ ആ അമ്മൂമ്മ കൊണ്ടുവരുന്ന മിടി എടുത്തിടും. സുനിതയാകട്ടെ പെൺകുട്ടിയാണ്, അവൾ പക്ഷേ ആൺകുട്ടികളുടെ ട്രൗസർ ഇട്ടു. ചെറിയോനേട്ടൻ കാണുന്നതിന് മുൻപ് അതുങ്ങളെ ഒരു ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്, കഥാകാരൻ പറയുന്നു. ചെറിയോനേട്ടനെ ഇപ്പൊ കണ്ടല്ലോ, അതിനൊക്കെ കുറച്ചു നാള് മുമ്പ് ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ കഥാകാരൻ കണ്ടിട്ടുണ്ട്. അന്ന് മുടിവെട്ടാൻ കാശില്ലാതെ പെൺകുട്ടികളെ പോലെ നടക്കുന്ന സുജിത്തിന് ദാനം കിട്ടുന്ന വസ്ത്രങ്ങൾ ലിംഗഭേദമില്ലാതെ യഥേഷ്ടം ഉപയോഗിക്കാൻ ആ രൂപം വളരെയേറെ സഹായിച്ചു. ഇവിടെ നോക്കൂ, നമ്മുടെ സുജിത്ത്, അവന് മുടി വെട്ടാൻ പണമില്ല. അതുകൊണ്ട് മുടി വെട്ടാതെ ഇരുന്നതിന്റെ ഫലമായിട്ട് ഇങ്ങനെ മുടി നീണ്ടു വളർന്ന പെൺകുട്ടികളുടെ പോലെയായി. കണ്ടാൽ പെൺകുട്ടിയാണെന്ന് തോന്നും. അതുകൊണ്ട് അവന്റെ അമ്മൂമ്മ കൊണ്ടുവരുന്ന പെൺകുട്ടികളുടെ വസ്ത്രം, മിടിയും പാവാടയും ഒക്കെ അവനെടുത്ത് ഇട്ടാലും കുഴപ്പമില്ല. കാണുന്നവർക്ക് അവൻ പെൺകുട്ടിയാണെന്നേ തോന്നൂ. ആൺകുട്ടിയുടെ വസ്ത്രവും ധരിക്കാം, പെൺകുട്ടിയുടെ വസ്ത്രവും ധരിക്കാം. ലിംഗഭേദമില്ലാതെ, ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇഷ്ടം പോലെ അവന് ധരിക്കാൻ സാധിച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് സുജിത്ത് മുടി വെട്ടാതിരുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മുടി വെട്ടിക്കാനുള്ള പണമില്ലാത്തത് കൊണ്ട്. അത്രമാത്രം ദാരിദ്ര്യമാണ്, കഷ്ടതയാണ് ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത്. ആ മുത്തശ്ശി പ്രാർത്ഥിച്ചു, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൈക്കോട്ട് പിടിക്കാനുള്ള ശേഷി കിട്ടും വരെ എന്നെ മടക്കി വിളിക്കല്ലേ ദൈവമേ എന്ന്. ആ മുത്തശ്ശി മാത്രമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഏക ആശ്രയം. അവർ അടുത്ത വീട്ടിൽ പോയി പാത്രങ്ങൾ കഴുകി
കിട്ടുന്ന പഴങ്കഞ്ഞിയും പുളിച്ച കഞ്ഞിയും അവർ കൊടുക്കുന്ന വസ്ത്രവും ഒക്കെ ആണല്ലോ ഈ കുട്ടികൾക്ക് ആധാരം. അവർക്കറിയാം അവരില്ലെങ്കിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന്. അതുകൊണ്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൈക്കോട്ട്, ഒരു തൂമ്പ, അത് പിടിക്കാനുള്ള ഒരു ആരോഗ്യം കിട്ടുന്നത് വരെയെങ്കിലും എന്നെ വിളിക്കല്ലേ, ഞാൻ മരിച്ചു പോകല്ലേ എന്നവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം കേട്ടോ? അത് ഇല്ല. എന്താണ് സംഭവിച്ചത്? ചോയ്ച്ചിയുടെ വിളി കേട്ടില്ല. പ്രാർത്ഥന കൊണ്ട് മറികടക്കാൻ പറ്റുന്നതിനേക്കാൾ അവരുടെ ശരീരം ക്ഷീണിച്ചു പോയിരുന്നു. അവർ അധികകാലം കഴിയുന്നതിന് മുമ്പ് മരിച്ചുപോയി എന്നർത്ഥം. മരണത്തിന്റെ ആഘാതത്തിൽപ്പെട്ട് കണ്ണീര് പോലും പുറത്തു വരാത്ത വണ്ണം ആ കുട്ടികൾ മരവിച്ചുപോയി. ഇനി അവരുടെ അവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അവരുടെ മുത്തശ്ശി ചോയ്ച്ചിയും ഇതാ മരിച്ചു പോയിരിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണീര് പോലും വരുന്നില്ല. കാരണം ആ മരണം അവരെ അത്രയധികം പിടിച്ചു കുലുക്കിയിരിക്കുന്നു. ആഘാതം, ഒരു അടിയാണ് അവർക്ക് ഏറ്റത്. ഇനി അവർക്ക് ആരുമില്ല അവരെ രക്ഷിക്കാൻ. അവർക്ക് ഒരിത്തിരി നേരം പുളിച്ച കഞ്ഞിയെങ്കിലും കൊണ്ടുകൊടുക്കാൻ, പാകമല്ലാത്ത വസ്ത്രം കൊണ്ടുകൊടുക്കാൻ, അവരെ പരിരക്ഷിക്കാൻ ആരുമില്ല. 8 വയസ്സും 6 വയസ്സുമുള്ള 2 കുഞ്ഞുങ്ങൾ. അവരങ്ങനെ മരവിച്ചങ്ങനെ ഇരുന്നു, അനങ്ങാതെ ഇരുന്നു പോയി. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. ഇപ്പോ വീഴുമെന്ന് തോന്നുന്ന ഓലപ്പുരയും 5 സെന്റ് മണ്ണും മാത്രം, അതാണ് അവശേഷിച്ചിരിക്കുന്നത്. അവരുടെ വീട് ഏത് നിമിഷവും താഴത്തേക്ക് വീഴും. അത്ര പരിതാപകരമായ അവസ്ഥയിലാണ് ആ ഒരു വീട് ഇരിക്കുന്നത്, കൂര ഇരിക്കുന്നത്, ഓലപ്പുര ഇരിക്കുന്നത്. പിന്നെ 5 സെന്റ് ഭൂമിയുമുണ്ട്. ആശാരിയുടെ സ്വത്തൊക്കെ മറ്റു 3 ബന്ധത്തിലുണ്ടായിരുന്ന മക്കൾ പകുത്തെടുത്തു. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും? ഗ്രാമം മൂക്കത്തു വിരൽ വെച്ചു. നാട്ടുകാരൊക്കെ മൂക്കത്ത് എങ്ങനെ ഇനി ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുമെന്നോർത്തു. പതുക്കെ ആ കുഞ്ഞുങ്ങളെ എല്ലാവരും മറന്നു. അതാണല്ലോ എപ്പോഴും സംഭവിക്കുന്നത്. ഏതൊരു വലിയ കാര്യമാണെങ്കിലും നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിൽ, അത് അധികകാലം നിൽക്കുകയില്ല. നമ്മൾ മറക്കും. മറവി ഒരു വശത്തൂടെ നോക്കിയാൽ അതൊരു അനുഗ്രഹമാണ്. ഇവിടെ ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ആളുകൾ ഓർത്തു വിഷമിച്ചു. ഇനി അവർ എങ്ങനെ ജീവിക്കുമെന്നോർത്ത്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ കുഞ്ഞുങ്ങളുടെ കാര്യം മറന്നു. അവരെക്കുറിച്ച് ആരും ഓർക്കുന്നില്ല. ഭക്ഷണവുമായി ഇനി ഒരിക്കലും അമ്മൂമ്മ വരില്ലെന്ന് മനസ്സിലായപ്പോൾ 8 വയസ്സുകാരനായ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങി. കുറച്ചു ദിവസം അയൽക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുത്തു. അവൻ അനുജതിയെ തോട്ടിൽ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിലിരുത്തി കുളിപ്പിച്ചു. തലമുടി തോർത്തിക്കൊടുത്തു. കണ്ടോ ആ സഹോദരന്റെ, ജ്യേഷ്ഠന്റെ സ്നേഹവായ്പ്. തന്റെ അനുജത്തിയെ അവൻ തോട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു, മുടി തോർത്തിക്കൊടുത്തു. മഴ പെയ്തപ്പോൾ തന്റെ പുതപ്പ് അവൾക്ക് കൊടുത്തു. ഇടിവെട്ടിയപ്പോൾ അവൻ പേടിച്ചില്ല, സന്തോഷിച്ചു. രാത്രി ഇടിവെട്ടി. ഇടിവെട്ടുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന അനുഭവം എന്താണ്? നമ്മൾ പേടിക്കും, ഞെട്ടി വിറയ്ക്കും. ഇടിവെട്ട് നിങ്ങൾക്ക് പേടിയുണ്ടാക്കിയിട്ടില്ലേ? നമ്മൾ അറിയാതെ ഞെട്ടിപ്പോകും. കൊച്ചുകുട്ടികളായ നിങ്ങൾ പേടിച്ച് അമ്മയുടെ അച്ഛന്റെ അടുത്തേക്ക് ഓടി ചെല്ലും. ചെല്ലാറില്ലേ? ഇടിവെട്ടുമ്പോൾ, ആ വലിയ മുഴക്കം കേൾക്കുമ്പോൾ, ഇടിമുഴക്കം കേൾക്കുമ്പോൾ ചെല്ലാറുണ്ട്. ഭയമാണ്. പക്ഷെ നമ്മുടെ സുനിത, ഇവർക്ക് ഇടിവെട്ട് ഇഷ്ടമാണ്. അവർ പേടിച്ചില്ല. എന്തായിരിക്കാം ഇടിവെട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണമുണ്ട്. മറ്റൊന്നുമല്ല, ഇടിവെട്ടിയാൽ കൂണുകൾ മുളയ്ക്കുമെന്ന് ചോയിച്ചി പറഞ്ഞു കൊടുത്തിരുന്നു. ഇടിവെട്ടുമ്പോൾ പറമ്പിൽ കൂണുകൾ മുളയ്ക്കും. കുമിൽ നല്ല സ്വാദേറിയ ഒരു ഭക്ഷണ വിഭവമാണ്. അത് പിറ്റേന്ന് കാലത്ത് ചെന്ന് നുള്ളി എടുത്തു കൊണ്ടുവരാം, ആ ഇടിവെട്ടുമ്പോഴുണ്ടാകുന്ന കൂണുകൾ. എന്നിട്ട് അത് പുഴുങ്ങി കഴിക്കാം. അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ ഇടിവെട്ടുമ്പോൾ സന്തോഷിച്ചത്. അവരുടെ വിശപ്പിന് കുറച്ച് ആശ്വാസം കിട്ടും ആ കൂണുകൾ കൊണ്ട്. അവർക്കൊന്നും കഴിക്കാനില്ല, ആരും അവരെ സംരക്ഷിക്കാനില്ല. ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ അവർക്ക് അമ്മയോ അമ്മൂമ്മയോ അച്ഛനോ ആരുമില്ല. അപ്പൊ കൂണിങ്ങനെ മുളയ്ക്കുമ്പോൾ അത് കൊണ്ടുവന്ന് പുഴുങ്ങി കഴിക്കാം. അതാണ് അവർ സന്തോഷിച്ചത്. മരണത്തെയും അനാഥത്വത്തെയും ആ കുട്ടികൾ മെല്ലെ മെല്ലെ അതിജീവിക്കുന്നത് ഗ്രാമം കോരിത്തരിപ്പോടെ നോക്കി നിന്നു.
അവർ അനാഥരാണല്ലോ, അവരങ്ങനെ ജീവിക്കുകയാണ്. അത് ആ ഗ്രാമം കാണുകയാണ്, കോരിത്തരിച്ച് നിൽക്കുകയാണ്. അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ നാട്ടുകാരെ പോലെ നമുക്കും ഒരനുഭവം ഉണ്ടായാലോ? സുജിത്ത് തവര പൊട്ടിച്ചു കൊണ്ടുവന്ന് ഉപ്പിട്ട് 3 നേരവും കഴിച്ചു. തവര എന്ന് പറയുന്നത് ഒരു ഇലച്ചെടിയാണ്. തകര എന്നും അതിന് പറയാറുണ്ട്. ഈ റോഡിന്റെ 2 സൈഡിലും കാട് പിടിച്ചു കിടക്കുന്ന പറമ്പുകളിലുമൊക്കെ ആ ഇലച്ചെടി ധാരാളമായിട്ടുണ്ടാകും. അതിന്റെ ഇല പൊട്ടിച്ചു കൊണ്ടുവന്ന് ഉപ്പിട്ട് വേവിച്ച് അവര് കഴിച്ചു, ആ കുഞ്ഞുങ്ങൾ കഴിച്ചു. വേറൊന്നും അവർക്കില്ല. ചോയ്ച്ചി ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരു ദിവസം അവൻ ചായ്പിൽ വെച്ച തൂമ്പ എടുത്തുയർത്തി. ചോയ്ച്ചി പറഞ്ഞല്ലേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് മൺവെട്ടി എടുത്തുയർത്താനുള്ള അവരുടെ കൈകൾക്ക് ബലം കിട്ടണ വരെ ഞാൻ ജീവിച്ചിരിക്കണേ ദൈവമേ എന്ന്. ഇതാ ആ കുഞ്ഞ്, ആ സുജിത്ത് ഒരു ദിവസം അവിടെ ചായ്പിൽ വെച്ച ആ തൂമ്പ എടുത്ത് ഉയർത്തുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ കൈക്ക് തൂമ്പ കൊണ്ട് കിളയ്ക്കാനുള്ള ബലം, ശക്തി കിട്ടിയിരിക്കുന്നു. ഇനി അവന് തൂമ്പ കൊണ്ട് പറമ്പിൽ പണി ചെയ്യാം. അതാ അപ്പോഴേക്കും വയലുകളെല്ലാം കൊയ്ത്തു കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. ആളുകൾ പച്ചക്കറിയും മധുരക്കിഴങ്ങും നടാനുള്ള ഒരുക്കത്തിലാണ്. കുറച്ച് കാശു കൊടുത്ത് 4-5 മാസത്തേക്ക് വയൽ പാട്ടത്തിനെടുത്തിട്ടാണ് ആളുകൾ കൃഷി ഇറക്കുക. പാടത്ത് കൊയ്ത്തു കഴിഞ്ഞു, വിളവെടുപ്പെല്ലാം കഴിഞ്ഞു. ഇനി ആളുകൾ എന്താണ് ചെയ്യുന്നത്? നെൽകൃഷിയല്ല ചെയ്യുന്നത്, മറ്റു പച്ചക്കറികളും മധുരക്കിഴങ്ങും ഒക്കെയാണ് കൃഷി ചെയ്യുക. അത് ഈ നെൽകൃഷി ചെയ്യുന്ന ആ നെൽപ്പാടത്തിന്റെ ഉടമകളിൽ നിന്നും പാട്ടത്തിന് പണം കൊടുത്ത് പാട്ടത്തിനെടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. സുജിത്തും സുനിതയും വയൽവരമ്പിലിരുന്ന് നിരാശരായി. കുറച്ച് മധുരക്കിഴങ്ങ് നട്ടാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ വയൽ പാട്ടത്തിനെടുക്കാൻ കാശെവിടെ? അതാണ് അവരുടെ വിഷമം. അവർക്കും കൃഷി ചെയ്യണം, കുറച്ച് പാട്ടത്തിനെടുത്തിട്ട് മധുരക്കിഴങ്ങ് കൃഷി ചെയ്യണം, പക്ഷെ പാട്ടത്തിനെടുക്കാൻ കയ്യിൽ കാശില്ല. അങ്ങനെയാണ് അവർ ചെറിയോനേട്ടനെ കാണുന്നത്. നമ്മൾ ചെറിയോനേട്ടനെ കുറിച്ച് പഠിച്ചല്ലോ. നമ്മുടെ കഥാകാരൻ കണ്ട ചെറിയോനേട്ടൻ ആരാണ്? അദ്ദേഹം ഒന്ന് ഓർത്തു നോക്കിയേ. അദ്ദേഹം പ്രായം ചെന്നൊരു കൃഷിക്കാരനാണ്, കൂടാതെ കന്നുകാലികളെ ചികിത്സിക്കുന്ന ആളുമാണ്. മറന്നിട്ടില്ലല്ലോ. ആ ചെറിയോനേട്ടൻ, ഇതാ നമ്മുടെ ചെറിയോനേട്ടനെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുകയാണ്. അവർ പറഞ്ഞു, അവർ വെറുതെ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് തിന്നാൻ ഒന്നുമില്ല, നിങ്ങളെ കണ്ടത്തില് ഞാൻ കുറച്ച് കേങ്ങ് നട്ടോട്ടെ? ഇതാണ് ചോദിച്ചത്. ആ ചോദ്യം കേട്ടാൽ തന്നെ നമുക്ക് ദുഃഖം വരും. ഞങ്ങൾക്ക് തിന്നാനൊന്നുമില്ല, പട്ടിണിയാണ്, നിങ്ങളുടെ കണ്ടത്തിൽ ഞങ്ങൾ കുറച്ച് കിഴങ്ങ് നട്ടോട്ടെ? ആ വിനയത്തോടെയുള്ള ചോദ്യം സുജിത്തിന്റെ. ചെറിയോനേട്ടൻ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഒരു കൈക്കോട്ട് പൊന്തിക്കാൻ കഴിയാത്ത നീയോ? നീ ചെറിയ കുട്ടിയല്ലേ, നിനക്കൊരു കൈക്കോട്ട്, ഒരു തൂമ്പ, അതെടുത്ത് പൊക്കാൻ പോലുമുള്ള ആരോഗ്യമില്ലല്ലോ. അവൻ ഉറക്കെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, എനിക്ക് പൊന്തിക്കാൻ പറ്റും. അവൻ കുറച്ചു മുമ്പ് വീട്ടിലിരുന്ന കൈക്കോട്ടെടുത്ത് പൊന്തിച്ചല്ലോ, എനിക്ക് പറ്റും, അതിനുള്ള ബലം എന്റെ കൈക്കുണ്ട്. അവൻ അവിടെ ഇരുന്ന കൈക്കോട്ടെടുത്ത് പൊക്കി കാണിച്ചു. പറയുക മാത്രമല്ല, പൊക്കി കാണിച്ചു. ചെറിയോനേട്ടന് അത് കണ്ടിട്ട് സങ്കടം വന്നു. അദ്ദേഹം പറഞ്ഞു, നീ ആ കണ്ടം എടുത്തോളൂ എന്ന് പറഞ്ഞു. ആ കണ്ടം നീ എടുത്തോടാ എന്ന് പറഞ്ഞു. കുറച്ച് ദൂരെ ചെറിയോനേട്ടൻ കുറെ വയൽ കഷ്ണങ്ങൾക്കിടയിൽ നിന്നും തന്റെ മണ്ണിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ കുറച്ച് ദൂരെയായിട്ട് അദ്ദേഹത്തിന്റെ കുറച്ച് വയലുണ്ട്, അത് നീ എടുത്ത് കൃഷി ചെയ്തോ എന്നുള്ള അനുവാദം കൊടുത്തു. സുജിത്തിനും സഹോദരിക്കും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവരുടെ ദുഃഖം അതായിരുന്നല്ലോ. കുറച്ച് മധുരക്കിഴങ്ങ് കൃഷി ചെയ്യാമായിരുന്നു, പക്ഷേ പാട്ടത്തിന് കണ്ടം എടുക്കാനുള്ള കാശില്ല. ഇതാ കാശൊന്നുമില്ലാതെ ആ നല്ലവനായ ചെറിയോനേട്ടൻ അദ്ദേഹത്തിന്റെ വയലിന്റെ കുറച്ചു ഭാഗം ആ കുട്ടികൾക്ക് കൃഷി ചെയ്യാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. അവർ അതിരറ്റ് സന്തോഷിച്ചു. കാലത്തു മുതൽ അസ്തമിക്കും വരെ അവർ രണ്ടുപേരും ചെറിയ തൂമ്പയും കൈക്കോട്ടുമായി കഴിച്ചുകൂട്ടി. ആ കുഞ്ഞുങ്ങൾ വെറുതെ ഇരുന്നില്ല. അവർക്ക് എത്ര വയസ്സുണ്ട്? 8 വയസ്സ്, 6 വയസ്സ്.
അവർ ചെറിയോനേട്ടൻ കൊടുത്ത ആ വയലില് അവരുടെ കുഞ്ഞു കൈകൾ കൊണ്ട് തൂമ്പയും കൈക്കോട്ടും കൊണ്ട് മണ്ണിളക്കുകയാണ്. മണ്ണിളക്ക് രാവിലെ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവർ പണി ചെയ്യുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ അവർ ആ വയല് കിഴങ്ങ് നടാൻ പാകത്തിൽ ഒരുക്കിയെടുത്തു. മിടുക്കർ തന്നെ അല്ലേ? കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവര് ആ വയല് മധുരക്കിഴങ്ങ് കൃഷി ചെയ്യാൻ പാകത്തിന് കിളച്ച് മറിച്ച് തടമെടുത്ത് ഒരുക്കിയെടുത്തു. മറ്റുള്ളവർ ഉപേക്ഷിച്ച കിഴങ്ങുവള്ളികൾ മുറിച്ച് ചാലുകീറി നട്ടു. അവർക്ക് മധുരക്കിഴങ്ങിന്റെ വള്ളികൾ സ്വന്തമായിട്ടില്ല. മറ്റു പാടങ്ങളിൽ കൃഷിക്കാർ കൃഷി ചെയ്തിട്ട് വേണ്ട എന്ന് വെച്ച് കളഞ്ഞ മധുരക്കിഴങ്ങിന്റെ വള്ളികൾ പറക്കി കൊണ്ടുവന്ന് അവർ അവിടെ നട്ടു. നമ്മുടെ ചെറിയോനേട്ടൻ 2 പഴയ മൺകുടങ്ങൾ കൂടി അവർക്ക് നൽകി. എന്തിനാണ് മൺകുടങ്ങൾ? അതിൽ വെള്ളം കൊണ്ടുവന്ന് ഇവ നനയ്ക്കാനായിട്ട്. ഒരു ഉറുമ്പ് അരിമണി കൊണ്ടുപോകുന്നത് പോലെ പ്രയാസപ്പെട്ട് അവർ തോട്ടിൽ നിന്നും കുടം അതിസാഹസികമായി മുക്കിയെടുക്കുന്നതും കിഴങ്ങുവള്ളികൾ നനയ്ക്കുന്നതും നാട്ടുകാർ അമ്പരപ്പോടെ കണ്ടു. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ അവരുടെ കൃഷിയുടെ ആരംഭഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. ചെറിയോനേട്ടൻ കൊടുത്ത വയൽ അവർ ഇളക്കി മധുരക്കിഴങ്ങ് നടാൻ പാകത്തിൽ, വള്ളികൾ നടാൻ പാകത്തിൽ ഒരുക്കിയെടുത്തു. മറ്റുള്ളവർ കളഞ്ഞ വള്ളികൾ കൊണ്ടുവന്നവർ നട്ടു. ചെറിയോനേട്ടൻ കൊടുത്ത 2 ചെറിയ കുടങ്ങൾ അടുത്തുള്ള തോട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് മുക്കിക്കൊണ്ടുവന്ന് അവർ നനച്ചു. അവരെ ഉപമിച്ചിരിക്കുന്നതൊന്ന് നോക്കൂ. ഒരു ഉറുമ്പ് അരിമണി കൊണ്ടുപോകുന്നത് പോലെ. ഉറുമ്പ് അരിമണി കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള ആഹാര വസ്തുക്കൾ കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? നമ്മളെ വംശം എന്ന കവിതയിൽ അത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു ഉറുമ്പ് അടുക്കളയിൽ എത്തിയിട്ട് അതിന്റെ പാതുകത്തിൽ വീണ ഒരു തേങ്ങാത്തരി അത് തിന്നുകയാണോ ചെയ്തത്? അതിന് നല്ല വിശപ്പുണ്ട്, പക്ഷെ അത് തിന്നില്ല. പകരം അത് പൊക്കി തന്റെ കൊമ്പുകളിൽ ഉയർത്തിപ്പിടിച്ച് കഷ്ടപ്പെട്ട് അതുകൊണ്ട് പോവുകയാണ് അതിന്റെ സഹോദരരുടെ ഒപ്പം ഇരുന്ന് കഴിക്കാനായിട്ട്. ആ ഉറുമ്പിന്റെ വംശമഹത്വമാണ് ആ കവിതയിൽ നമ്മൾ പഠിച്ചത്. ആ ഉറുമ്പ് ഒരു അരിമണി കൊണ്ടുപോകാൻ എത്ര കഷ്ടപ്പെടുന്നു. കാരണം ഉറുമ്പിനേക്കാൾ വലുതാണ് അരിമണി. അതുമാണ് പൊക്കിയെടുത്തോണ്ട് പോകുന്നത്. അതുപോലെ ഈ കുഞ്ഞുങ്ങൾ അവർക്ക് എടുക്കാൻ പറ്റാത്ത വലിപ്പമുള്ള കുടത്തിൽ വെള്ളവുമായിട്ട് ഈ ഉറുമ്പ് കഷ്ടപ്പെട്ടു പോകുന്നത് പോലെ വെള്ളം കൊണ്ടുവന്ന് ഈ നമ്മുടെ മധുരക്കിഴങ്ങ് നട്ട സ്ഥലത്ത് നനയ്ക്കുകയാണ്. ആ ഒരു ചിത്രം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആ 2 കുഞ്ഞുങ്ങൾ അടുത്തുള്ള തോട്ടിൽ നിന്നും മൺകുടത്തിൽ വെള്ളം പൊക്കിക്കൊണ്ടുവന്ന് ആയാസപ്പെട്ട് നനയ്ക്കുന്ന ചിത്രം. കഷ്ടപ്പാടാണ്, എന്നാലും അവരുടെ മനസ്സിൽ ഒരു ഊർജമാണ്. അതെ, ഈ മധുരക്കിഴങ്ങ് മുളച്ച് കുറച്ചു കഴിയുമ്പോൾ അത് നിറച്ച് മണ്ണിൽ മധുരക്കിഴങ്ങുണ്ടാകും. അത് അവരുടെ മനസ്സിന് സന്തോഷം നൽകും, അവരുടെ വിശപ്പ് മാറ്റും. അതാണ് അവരുടെ മനസ്സിലെ ഊർജം. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരെ പോലെ ഈ കുട്ടിക്കൃഷിക്കാരുടെ കിഴങ്ങുവള്ളിയും തളിർത്തു. രാത്രി സഹോദരിയെ ചേർത്തു പിടിച്ച് സുജിത്ത് തന്റെ സ്വപ്നം പറഞ്ഞു. കിട്ടുന്ന കേങ്ങിൽ നിന്നും നമുക്ക് കുറച്ചെടുത്ത് പുഴുങ്ങി ഉണക്കാം. അടുത്ത കൊല്ലം തിന്നാലോ? തവര തിന്നു എനിക്ക് മതിയായി. ആ കുഞ്ഞു പറയുകയാണ് സുജിത്ത്. നമുക്ക് ഈ മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ അതിൽ നിന്നും കുറെ എടുത്ത് ഉണക്കണം, സൂക്ഷിച്ചു വെക്കാം, അടുത്ത വർഷം നമുക്ക് കഴിക്കാം. എനിക്ക് ഈ തകരയുടെ ഇല തിന്ന് മതിയായി, വേറൊന്നും ഇല്ലല്ലോ കഴിക്കാൻ. അവൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആദ്യം കേങ്ങുണ്ടാവട്ടെ. കിഴങ്ങുവള്ളികൾ തളിർക്കുന്നതും പാമ്പിനെ പോലെ തടത്തിൽ നിന്നും അതിഴഞ്ഞു പോകുന്നതും അതിന്റെ വേരുകൾ വയലറ്റ് ബലൂൺ പോലെ വീർത്തു പാകമാകുന്നതും ഓർത്തപ്പോൾ സുജിത്തിന് കണ്ണിൽ വെള്ളം നിറഞ്ഞു. അവൻ സ്വപ്നം കാണുകയാണ്. അവർ നട്ട ആ മധുരക്കിഴങ്ങ് ചെടി അത് പാകമാകുന്നത്. മധുരക്കിഴങ്ങുകൾ വീർത്തു ബലൂൺ പോലെ, വയലറ്റ് ബലൂൺ പോലെ വീർത്തു വരുന്നത് അത് കണ്ട് ഓർത്തിട്ട് അവന്റെ കണ്ണ് നിറയുകയാണ്. അനിയത്തി ചോദിക്കുന്നു, എന്താ കരയുന്നേ? അവൻ പറഞ്ഞു, ഞാൻ അമ്മൂമ്മനെ ഓർത്തുപോയി. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. വയലിൽ നിറയെ കിഴങ്ങുവള്ളികളുടെ വയലറ്റ് നിറം പരന്നു. വേറെയും കൃഷിക്കാർ കൃഷി ചെയ്തിട്ടുണ്ടല്ലോ, ആകെ വയലറ്റ് നിറം. ഇനി വിളവെടുപ്പിന് ഏതാനും മാസങ്ങളേയുള്ളൂ. അതുവരെ കൃഷിക്കാർ കൊടുത്ത ആഹാരത്തിന് പകരമായി വള്ളികൾ
തങ്ങളുടെ വേരുകളിൽ നന്ദി നിറച്ചു വയ്ക്കുന്ന സമയമാണ്. ഇനിയും ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഈ മധുരക്കിഴങ്ങുകളെല്ലാം മൂത്ത് പാകമാകും. ഇവിടെ കൃഷിക്കാർ വളരെ കഷ്ടപ്പെട്ട് കൃഷി ഇറക്കിയിരിക്കുകയാണല്ലോ. അതിന് വെള്ളവും വളവുമെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ പരിപാലിച്ചു വന്നിരിക്കുന്നു. ഇനി മധുരക്കിഴങ്ങുകൾ അവയുടെ വേരുകളിൽ ആ കർഷകരോടുള്ള സ്നേഹമാണ് നിറച്ചു വയ്ക്കുന്നത്. മധുരക്കിഴങ്ങായിട്ട് വരുന്നത് കർഷകരോടുള്ള സ്നേഹമാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഒരു കിഴങ്ങ് തൊലി പൊളിച്ച് കടിക്കുമ്പോൾ അതിന്റെ പാൽനീരിൽ നിന്നും നാവിലേക്ക് ഇറങ്ങുന്ന മധുരത്തെ കുറിച്ച് ഓർത്തപ്പോൾ നമ്മുടെ പാവം കുഞ്ഞ് സുനിതയുടെ വായിൽ വെള്ളമൂറി. അവൾ ഓർക്കുകയാണ്, ആ മധുരക്കിഴങ്ങ് ഇങ്ങനെ മൂത്ത് പാകത്തിനാവുമ്പോൾ അത് ഒരെണ്ണം പച്ച ഇങ്ങനെ എടുത്ത് കടിക്കുമ്പോൾ അതിൽ നിന്നൊരു പാൽ നീര് പുറത്തേക്ക് വരും, വെളുത്ത നിറത്തിലൊരു നീര് വരും. അതിനൊരു മധുരമാണ്. ആ മധുരത്തെ കുറിച്ച് ഓർത്തപ്പോൾ അറിയാതെ അവളുടെ വായിൽ വെള്ളമൂറി. പക്ഷേ എന്താണ് സംഭവിച്ചത്? നോക്കൂ, ഒരു വലിയ അത്യാഹിതം ആ വയലിൽ സംഭവിക്കുന്നു. പെട്ടെന്നൊരു ദിവസം കിഴങ്ങുവള്ളികളിൽ മഞ്ഞ നിറം വ്യാപിച്ചു. കരിഞ്ഞു തുടങ്ങി. അതാണ് സംഭവിച്ചത്. നമ്മുടെ മധുരക്കിഴങ്ങ് ചെടികൾക്ക് എന്തോ രോഗം ബാധിച്ചിരിക്കുന്നു. ആ വള്ളികളിലൊക്കെ മഞ്ഞ നിറം വ്യാപിച്ചിരിക്കുന്നു. ചെടികൾ കരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കണ്ണെത്താത്ത ദൂരത്തോളം വയൽ മുഴുവൻ മരണത്തിന്റെ മഞ്ഞ നിറം വ്യാപിക്കുന്നത് കണ്ട് കൃഷിക്കാർ നെഞ്ചത്തു കൈവച്ചു. മുഴുവൻ മധുരക്കിഴങ്ങ് ചെടികളെയും ആ രോഗം ബാധിച്ചിരിക്കുകയാണ്. അത് കണ്ട് കർഷകരെല്ലാം നെഞ്ചത്ത് കൈവയ്ക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? എല്ലാം പോയല്ലോ എന്നോർത്തിട്ട്. ഇത്രയും നാളത്തെ അധ്വാനം വെറുതെ ആയി. പല പ്രതിമരുന്നുകളും തളിച്ചു നോക്കി, രക്ഷയില്ല. രോഗം മാറാനായിട്ട് മരുന്നുകളൊക്കെ ഉപയോഗിച്ചു, തളിച്ചു. പക്ഷേ മധുരക്കിഴങ്ങിനെ ബാധിച്ച രോഗം മാറിയില്ല. എല്ലാത്തിനും മഞ്ഞ നിറം, അത് കരിഞ്ഞു പോവുകയാണ്. എന്നാൽ നമ്മുടെ സുജിത്തും സുനിതയും നോക്കൂ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം ഈ മധുരക്കിഴങ്ങിനെ ആശ്രയിച്ചല്ലേ? ഈ രോഗത്തിന്റെ പ്രത്യേകതയാണ് ഇനി പറയുന്നത്. ഈ രോഗം വന്നാൽ വേരുകൾ വലുതായി കിഴങ്ങുകൾ ഉണ്ടാവില്ല. ഈ മധുരക്കിഴങ്ങ് ചെടിയുടെ വേരുകളിലാണല്ലോ ആ വേരുകളാണല്ലോ വീർത്ത് വലിയ മധുരക്കിഴങ്ങായി മാറുന്നത്. അതില് കിഴങ്ങുകൾ ഉണ്ടാവില്ല. ഇത്തവണ കൃഷിയിൽ ഭീമമായ നഷ്ടം ഉണ്ടാകുമെന്ന് പരിചയസമ്പന്നരായ കർഷകർ വിധിയെഴുതി. അവർ വെള്ളമൊഴിക്കലും വളം ചേർക്കലും നിർത്തി. അതാണ് സംഭവിച്ചത്. മറ്റു കൃഷിക്കാരൊക്കെ ഇനി ഒരു കാര്യവുമില്ല, എന്തായാലും മധുരക്കിഴങ്ങ് കൃഷി ഇത്തവണ നാശത്തിൽ തന്നെയാണ്, അതുകൊണ്ട് അവർ നനയ്ക്കലും നിർത്തി, വളമിടലും ഒക്കെ നിർത്തി. നമ്മുടെ സുജിത്തും സുനിതയും അവരെന്ത് ചെയ്തു? അവരും അവിടെ കൃഷി ഇറക്കിയിട്ടുണ്ടല്ലോ. അവർക്ക് ഇതൊന്നും മനസ്സിലായില്ല. എന്താണ് ഇങ്ങനെ ഇത് മഞ്ഞ നിറം വന്നത്? എന്താണ് വേരുകൾ കരിഞ്ഞു പോകുന്നത്? എന്താണ് ഇവരൊക്കെ എന്താണ് നനയ്ക്കാത്തത്, വളം ഇടാത്തത്? അതൊന്നും അവർക്ക് മനസ്സിലായില്ല. അവർ എല്ലാ ദിവസവും പതിവ് പോലെ കണ്ടത്തിലിറങ്ങി ചെടികൾ നനച്ചു. അവരുടെ 2 കുഞ്ഞിക്കുടങ്ങളിൽ വെള്ളം കഷ്ടപ്പെട്ടു കൊണ്ടുവന്ന ചെടികൾ നനച്ചു. കുട്ടികൾ ഇത് ചെയ്യുന്നത് കണ്ട് അവരുടെ മണ്ടത്തരം ഓർത്ത് മറ്റു കൃഷിക്കാരെല്ലാം ചിരിച്ചു. അവര് പറഞ്ഞു, ഈ കുട്ടികൾക്ക് എന്താണ്, ഭ്രാന്തുണ്ടോ? എന്ത് മണ്ടത്തരമാണ് ചെയ്യുന്നത്? ഇനിയിപ്പോ ഇത് നനച്ചിട്ട ഒരു കാര്യവുമില്ല, വെറുതെ പാടുപെടുന്നതാണ്, വെറുതെ ഇരുന്നു കൂടെ എന്നൊക്കെ ഓർത്ത് അവർ ചിരിച്ചു. തങ്ങളുടെ വിശപ്പിനപ്പുറം മറ്റൊന്നും ആ കുഞ്ഞുങ്ങൾക്ക് ആലോചിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ വിശപ്പ് മാത്രമായിരുന്നു ആലോചന. ഈ മധുരക്കിഴങ്ങ് മൂത്ത് അത് കൊണ്ടുവന്ന് വേവിച്ച് കഴിക്കുമ്പോഴുള്ള ആ വിശപ്പ് മാറൽ, അതുമാത്രമായിരുന്നു. ആ ചെടികൾക്ക് വന്ന രോഗമോ മറ്റോ ഒന്നും അവരെ ഒട്ടും തന്നെ ബാധിച്ചില്ല. അവർ നനച്ചുകൊണ്ടേയിരുന്നു. അവരുടെ ഉള്ളിൽ അവരുടെ വിശപ്പ്, അത് മാത്രം. വിളവെടുപ്പ് വന്നു. അങ്ങനെ മധുരക്കിഴങ്ങ് വിളവെടുക്കുന്ന ആ കാലമെത്തി. നിരാശരായി തൂമ്പയുമായി ആളുകൾ വയലിലേക്കിറങ്ങി മാന്താൻ തുടങ്ങി. ആളുകളൊക്കെ അവരവർ കൃഷി ചെയ്ത വയലുകളിൽ ഇറങ്ങി. അവരുടെ മുഖത്ത് പ്രത്യാശ ഉണ്ടായിരുന്നില്ല, നിരാശയാണ്. ഒന്നും ഉണ്ടാവില്ല, രോഗം വന്ന മധുരക്കിഴങ്ങ് ചെടിയല്ലേ. എങ്കിലും അവർ നിരാശയോടെ മാന്താൻ തുടങ്ങി. മാന്തി പാതി വഴി എത്തിയപ്പോൾ തന്നെ അവർ മുരടിച്ചു പോയ വേരുകൾ കണ്ടു. അത് വലിച്ചെടുത്ത് അവർ പ്രാഗിക്കൊണ്ട് വലിച്ചെറിഞ്ഞു. ഒന്നുമില്ല, വെറുതെ മുരട്ടിച്ചു നിൽക്കുന്ന വേരുകൾ, ഒരൊറ്റ മധുരക്കിഴങ്ങില്ല. കർഷകർ
അങ്ങനെ കൃഷി ചെയ്ത വയലുകൾ അവർ ഉപേക്ഷിച്ചു. ഇനി എന്തിനാണ്? കുറച്ചു മാന്തിയപ്പോൾ തന്നെ മനസ്സിലായി ഒന്നുമില്ല എന്ന്. അതുകൊണ്ട് അവർ വിളവെടുപ്പ് അവിടെ നിർത്തി. എല്ലാവരും പോയി. അപ്പോൾ സുനിതയും സുജിത്തും അവർ കൃഷി ചെയ്ത വയലിലേക്ക് ഇറങ്ങി. ഇനിയാണ് അത്ഭുതം. എന്താണ് ആ അത്ഭുതം എന്ന് നോക്കൂ. സുജിത്തും സുനിതയും അവരുടെ വയലിലേക്ക് ഇറങ്ങി. അവരുടെ കൊച്ചും തൂമ്പ കൊണ്ട് മണ്ണ് നീക്കിയതും അവിടെ എന്തു കണ്ടു? ചുവന്ന ശംഖു പോലെ മണ്ണിൽ കമിഴ്ന്നു കിടക്കുന്ന കൂറ്റൻ കിഴങ്ങുകൾ അവർ കണ്ടു. അത്ഭുതം തന്നെയല്ലേ? അവർ പതുക്കെ അവരുടെ തൂമ്പ കൊണ്ടിങ്ങനെ മണ്ണ് നീക്കിയപ്പോൾ അവർ കണ്ടു ചുമന്ന ശംഖ്. ശംഖ് ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? വെളുത്ത നിറ ആയിരിക്കും. ഇവിടെ ചുമന്ന ശംഖ് പോലെ കൂറ്റൻ കിഴങ്ങുകൾ അങ്ങനെ നിരന്ന് മണ്ണിനടിയിൽ കിടക്കുന്നത് അവർ കണ്ടു. പക്ഷെ അവർക്ക് അതിലൊരു അതിശയം തോന്നിയില്ല. അവർ അതിനെക്കുറിച്ച് മുൻപും ചിന്തിച്ചിട്ടില്ലല്ലോ. മറ്റുള്ളവരൊക്കെ മധുരക്കിഴങ്ങ് ചെടിക്ക് രോഗം വന്നു എന്ന് പറഞ്ഞ് ദുഃഖിച്ച് മരുന്നും അടിച്ച് വെള്ളം നനയ്ക്കാതെയൊക്കെ ഇരുന്നപ്പോഴൊന്നും അവർക്കത് പ്രശ്നമായിരുന്നില്ല. അവർക്ക് വിശപ്പ് മാത്രമായിരുന്നു. അവർ നനച്ചുകൊണ്ടേയിരുന്നു. ആ ചെടികൾക്ക് രോഗം വന്നോ ഇല്ലയോ, അതിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ ഒരു ചിന്തയും ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. അവർ അവരുടെ പതിവ് ജോലി ചെയ്തിരുന്നു. ഇപ്പൊ ഈ വയലിന് നിറച്ച് ചുമന്ന വലിപ്പമുള്ള ശംഖോട് കൂടിയ കിഴങ്ങുകൾ കണ്ടിട്ടും അവർക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. കാരണം അവരത് പ്രതീക്ഷിച്ചതായിരുന്നു, അല്ലെ? കുറെ മധുരക്കിഴങ്ങ് കിട്ടുമെന്ന്. അവർ നഷ്ടങ്ങളെപ്പറ്റി ആ നിമിഷം വരെ ആലോചിക്കുകയോ ആകുലപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് അവർക്ക് അതിശയം തോന്നാഞ്ഞത്. നഷ്ടങ്ങളെക്കുറിച്ച് അവർ ഒരിക്കലും ദുഃഖിച്ചിരുന്നില്ല, ആലോചിച്ചിരുന്നില്ല. ആകുലം, ദുഃഖം. പക്ഷേ ഈ സംഭവം ഗ്രാമത്തിൽ പെട്ടെന്ന് വാർത്തയായി. വാർത്തയാവാതെ ഇരിക്കുവോ? മറ്റ് വയലുകളിൽ മറ്റു കർഷകർ കൃഷി ചെയ്ത മധുരക്കിഴങ്ങ് ഒന്നുമില്ല. വേരുകളെല്ലാം ഉണങ്ങി ഒരു വിളവുമില്ല. അവരതൊക്കെ ഇട്ടിട്ട് പോയപ്പോൾ നമ്മുടെ കുഞ്ഞ് സുജിത്തും സുനിതയും ചെയ്ത വയലിൽ ഇതാ വലിയ മധുരക്കിഴങ്ങുകൾ, ശംഖു പോലെയുള്ള, ചുമന്ന ശംഖു പോലെയുള്ള മധുരക്കിഴങ്ങുകൾ. ആളുകൾ ആ വാർത്ത കേട്ട് അത്ഭുതപ്പെട്ടു, ഞെട്ടിപ്പോയി. ഇതെന്ത് അത്ഭുതം? ഇതെങ്ങനെ സംഭവിച്ചു? അങ്ങനെ ആ അത്ഭുതം കാണാൻ നാട്ടുകാർ ഓടിക്കൂടി. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ പാഠത്തിന്റെ ആരംഭത്തിൽ നമ്മുടെ കഥാകാരൻ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറെ ആളുകൾ ഓടുന്നത് കണ്ടു. അദ്ദേഹം അപ്പോൾ ആ വയലിൽ ആരെങ്കിലും മരിച്ചു കിടക്കുന്നുണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുറെ ആളുകൾ മധുരക്കിഴങ്ങുകൾ മാന്തുന്നു, 2 കുഞ്ഞുങ്ങൾ അതിനിടയിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ കണ്ടില്ലേ? ഇപ്പോൾ ആ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതെ, ഇപ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു നിമിഷമാണ്, ആ ഒരു സമയമാണ് നമ്മുടെ കഥാകാരൻ അപ്പോൾ കണ്ടത്. ആ കുഞ്ഞുങ്ങൾ നമ്മുടെ സുജിത്തും സുനിതയും. അതെ, ആ ഓടിക്കൂടിയ ആളുകൾ ഇങ്ങനെ ഓടിയല്ല, അവരും എന്തു ചെയ്തു? വിളവെടുക്കാൻ കൂടി. മണ്ണു മാന്തി മധുരക്കിഴങ്ങുകൾ എടുക്കാൻ കൂടി. കിഴങ്ങുകൾ നിറയ്ക്കാൻ ചാക്കില്ലാതെ ആളുകൾ മറ്റു വീടുകൾ അന്വേഷിച്ചു പോയി. എത്ര ചാക്കുകൾ കൊണ്ടുവന്നിട്ടും ഈ കുട്ടികളുടെ വയലിലെ മധുരക്കിഴങ്ങുകൾ പറിച്ചിട്ട് നിറഞ്ഞിങ്ങനെ പോവുകയാണ്. പോരെ, ചാക്കുകൾ ഇനിയും വേണം. അതിൽ നിന്ന് തന്നെ ആ വിളവെടുപ്പിന്റെ ആധിക്യം, വലിപ്പം എത്ര വലുതാണെന്ന് ഊഹിച്ചു നോക്കൂ. അത്രമാത്രം മധുരക്കിഴങ്ങ് അവിടെ ഉണ്ടായിരിക്കുന്നു. അത്ഭുതമല്ലാതെ മറ്റെന്തു പറയാനാണ്? അതെ, ആ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ, ആ കുഞ്ഞുങ്ങളുടെ പ്രയത്നത്തിന്റെ, ആ കുഞ്ഞുങ്ങളുടെ ദുഃഖത്തിന്റെ ഫലം പ്രകൃതി, ഈശ്വരൻ നൽകിയിരിക്കുകയാണ്. കഠിനാധ്വാനം, അതാണ് ഇവിടെ പ്രതിഫലമായിട്ട്, മധുരക്കിഴങ്ങ് പ്രതിഫലമായിട്ട് പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ നൽകിയിരിക്കുന്നത്. ഈ സമയത്താണ് എന്റെ വരവ്. നമ്മൾ പഠിച്ചല്ലോ, കഥാകാരൻ വന്ന കാര്യം. ഞാൻ നോക്കി, മധുരക്കിഴങ്ങ് ചാക്കുകൾക്കിടയിൽ 2 കുഞ്ഞു കിഴങ്ങുകളെ പോലെ സുജിത്തും സുനിതയും. നിറയെ മധുരക്കിഴങ്ങ് നിറച്ച ചാക്കുകളാണ്. അതിന്റെ ഇടയിൽ 2 കുഞ്ഞു മധുരക്കിഴങ്ങ്. ആ സാമ്യത ഒന്ന് നോക്കൂ. ഉപമിക്കല് നല്ല രസമുണ്ട് അല്ലെ? 2 കുഞ്ഞു മധുരക്കിഴങ്ങ് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ സുജിത്തും സുനിതയും. അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വളർന്ന കിഴങ്ങുകളിൽ ഒരെണ്ണം കടിച്ച് ഒരു ജന്മം മുഴുവൻ മധുരിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞു നടന്നു. ഞാൻ എന്ത് ചെയ്തു? ആ മധുരക്കിഴങ്ങിൽ നിന്നും ഒരെണ്ണം
അതെങ്ങനെയുള്ള മധുരക്കിഴങ്ങാണ്? ആ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തിൽ നിന്നും വെള്ളവും വളവും വലിച്ചെടുത്ത് ഉണ്ടായ മധുരക്കിഴങ്ങ്. ആ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം. അവർ രാത്രിയിൽ കിടക്കുമ്പോൾ സ്വപ്നം കണ്ടത് നമ്മൾ പഠിച്ചു, ഓർത്ത് കരഞ്ഞത് നമ്മൾ പഠിച്ചു. ആ പച്ച മധുരക്കിഴങ്ങ് പറിച്ചെടുത്ത് കഴിക്കുമ്പോൾ അതിന്റെ ആ പാലിന്റെ മധുരമോർത്ത് സുനിതയുടെ വായിൽ വെള്ളം വന്നതും സുജിത്ത് കാണുന്ന സ്വപ്നങ്ങളും എല്ലാം. ആ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ടല്ലോ, തവര കഴിച്ച് കഴിച്ച് എനിക്ക് മതിയായി എന്ന്. ആ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം, അവരുടെ പ്രയത്നം, അവരുടെ വിശപ്പ്, അവരുടെ പ്രാർത്ഥന, ഇതെല്ലാം ആ കിഴങ്ങുകളിൽ ഉണ്ടായിരുന്നു. ആ കിഴങ്ങിൽ ഒരെണ്ണം എടുത്ത് ഇദ്ദേഹം കഥാകാരൻ കടിച്ചു. അതിന്റെ മധുരം അദ്ദേഹത്തിന്റെ ജന്മം മുഴുവൻ, അതായത് ജീവിതകാലം മുഴുവൻ മധുരിക്കുന്ന മട്ടിലാണെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ അത് കഴിച്ചുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞു നടക്കുകയാണ്. കഥാകാരൻ തന്റെ ജീവിതത്തിൽ നടന്ന, കണ്ട, മനസ്സിലാക്കിയ ആ കുഞ്ഞുങ്ങളുടെ കഥ വളരെ ഭംഗിയുള്ള ഒരു കഥയായിട്ട് നമ്മുടെ മുമ്പിൽ ഇതാ അവതരിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, ആ കുഞ്ഞുങ്ങൾ മിടുക്കരായിട്ട് വളർന്നു. സുജിത്ത് നല്ല ഒരു മരപ്പണിക്കാരനായി മാറുകയാണ്. അവൻ തന്റെ പ്രയത്നം കൊണ്ട് അനുജത്തിയായ സുനിതയെ നല്ല രീതിയിൽ വിവാഹം ചെയ്തയക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ആ കുഞ്ഞുങ്ങൾ എവിടെയായാലും, എവിടെയാണെന്ന് അറിയില്ല, എവിടെയായാലും അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടാകും എന്ന്. അത്ര ഉറപ്പോടെ അദ്ദേഹം പറയാൻ എന്താണ് കാരണം? അദ്ദേഹത്തിന് അറിയാം, ആ കുഞ്ഞുങ്ങൾ പ്രയത്നശാലികളാണ്, അവർ അധ്വാനികളാണ്. ജീവിതത്തെ നേരിടാൻ അവർക്ക് ചങ്കൂറ്റമുണ്ട്, ശക്തിയുണ്ട്. അവർ അതിനെ നേരിടും. അതിന്റെ ഉത്തമ തെളിവാണല്ലോ 8 വയസ്സും 6 വയസ്സുമുള്ള ആ ചെറിയ കുഞ്ഞുങ്ങൾ ആ വയലിൽ കഠിനാധ്വാനം ചെയ്ത് മധുരക്കിഴങ്ങ് വിളയിച്ചത്. അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ആ കുഞ്ഞുങ്ങൾ ആത്മവിശ്വാസമുള്ളവരാണ്, പണി ചെയ്യാൻ മടിയില്ലാത്തവരാണ്, കഠിനാധ്വാനികളാണ്. അതുകൊണ്ട് എവിടെയായാലും അവർ ഇന്ന് സുഖമായി ജീവിക്കുന്നുണ്ടാകും എന്ന്. അതെ, ആത്മവിശ്വാസത്തിന്റെ, പ്രയത്നത്തിന്റെ, കഠിനാധ്വാനത്തിന്റെ ആ കഥ നമ്മളും പാഠമാക്കണം. ജീവിതത്തിൽ കഠിനാധ്വാനം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ നമുക്ക് സാധിക്കും. സുജിത്തിന്റെയും സുനിതയുടെയും ആ ജീവിതം, കരളലിയിക്കുന്ന അവരുടെ ആ ജീവിതം നമ്മുടെ മനസ്സിനെ കുറച്ച് നൊമ്പരപ്പെടുത്തും, അല്ലെങ്കിൽ നൊമ്പരപ്പെടുത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും അവരുടെ ആ ആത്മവിശ്വാസത്തെ നമ്മൾ കണക്കിലെടുത്ത് അവരുടെ ജീവിതം പോലെ പ്രയത്നിക്കാൻ, പ്രവർത്തിക്കാൻ സന്നദ്ധരാകുക. ഇത്രയുമാണ് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ ഇടണം. പലരും ക്ലാസ് കാണുന്നുണ്ട്, പക്ഷെ ലൈക്കൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യണം. ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയണം. പോരായ്മകൾ ഉണ്ടെങ്കിലും കമൻറ്റുകളിൽ ഇടാം. ആ പോരായ്മകൾ എനിക്ക് പരിഹരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.